നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂർ അടിപ്പാത, പുതുക്കാട് മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റിൽ യോഗം. വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KK രാമചന്ദ്രൻ MLA. ഓണച്ചന്ത ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മഞ്ഞക്കാട് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ. ദേശീയപാത ആമ്പല്ലൂരിൽ മേൽപ്പാലത്തിനു സമീപം 7 കാറുകൾ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് കളിസ്ഥലം നിലനിർത്താൻ വനം വകുപ്പിന്റെ അനുമതി. കൊറിയർ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ വഴി ലഹരിമരുന്ന് വിൽപ്പന. പ്രധാന പ്രതി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ദേശീയപാത ആമ്പല്ലൂരിലെ അടിപ്പാത, പുതുക്കാട് ജംഗ്ഷനിലെ മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ KK രാമചന്ദ്രൻ MLA അവതരിപ്പിച്ചു. സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ദേശീയപാത അതോറിറ്റി, പോലീസ്, ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂർ ഭാഗത്ത് പാർശ്വഭിത്തി നിർമ്മാണത്തിലെ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. പാലേക്കര ഭാഗത്തെ അനധികൃത പാർക്കിംഗും രൂക്ഷമായ ഗതാഗത കുരുക്കും ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്നും സർവീസ് റോഡുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക, ബസ് ഷെൽട്ടറുകൾ നിർമ്മിക്കുക, മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഡ്രൈനേജ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. പുതുക്കാട് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ജനപ്രതിനിധികൾക്കും നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ പ്രത്യേക യോഗം പുതുക്കാട് വിളിച്ചു ചേർക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 രാവിലെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ യോഗം ചേരാൻ തീരുമാനിച്ചു. പാലിയേക്കരയിലും നെല്ലായിലും ഫുട് ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും KK രാമചന്ദ്രൻ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഓണച്ചന്ത ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മഞ്ഞക്കാട് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കും. 16 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടാവുക. ഓണം ട്രെഡ് ഫെയറും ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കും. ഓണസദ്യയ്ക്കുള്ള എല്ലാ സാധനങ്ങളും കിറ്റിലുണ്ടാവുമെന്ന് ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി വിശദമാക്കി. കൂടുതൽ പേർക്ക് ഓണക്കിറ്റ് അടുത്ത വർഷം മുതൽ നൽകുമെന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഇനത്തിലുള്ള 13 ഇനം സാധനങ്ങളും ലഭ്യമാക്കുമെന്നും മന്ത്രി വിശദമാക്കി. ദേശീയപാത ആമ്പല്ലൂരിൽ മേൽപ്പാലത്തിനു സമീപം 7 കാറുകൾ കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് മറ്റു വാഹനങ്ങൾ ഒന്നിനു പിറകെ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ തോതിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് വെട്ടിങ്ങപ്പാടം പ്രദേശത്ത് കാലങ്ങളായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന കളിസ്ഥലം നിലനിർത്താൻ വനം വകുപ്പിന്റെ അനുമതി. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടന്റെ ഇടപെടലാണ് ഫലം കണ്ടത്. വരന്തരപ്പള്ളി പഞ്ചായത്തിന് സ്വന്തമായി ഒരു കളിസ്ഥലം എന്നത് ഇനിയും സ്വപ്നമായി അവശേഷിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വന്തമായി സ്ഥലം കണ്ടെത്തി നൽകിയാൽ കളിക്കളം നിർമ്മിക്കാൻ പഞ്ചായത്തിന് 1 കോടി രൂപ നൽകുമെന്ന് അന്നത്തെ കായികമന്ത്രി V അബ്ദുറഹ്മാൻ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പദ്ധതി ഇനിയും പ്രാവർത്തികമായില്ല. പഞ്ചായത്തിലെ വെട്ടിങ്ങപ്പാടം പ്രദേശത്ത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശത്താണ് നാട്ടുകാരായ യുവാക്കളും കുട്ടികളും കളിസ്ഥലമാക്കിയിരുന്നത്. രാവിലെയും വൈകിട്ടും നിരവധി പേരാണ് ഇവിടെ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്. എന്നാൽ സമീപത്തെ വനപ്രദേശങ്ങളിൽ ഉൾപ്പെടെ റീപ്ലാന്റേഷന്റെ ഭാഗമായി തേക്കിൻ തൈകൾ നടാൻ ആരംഭിച്ചപ്പോൾ ഈ മൈതാനത്തും തൈകൾ നടുന്നതിന് വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചിരുന്നു. കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന കളിസ്ഥലം നഷ്ടപ്പെടുമെന്ന സ്ഥിതി വന്നതോടെയാണ് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വനംവകുപ്പിനെ നിവേദനവുമായി സമീപിച്ചത്. DFOയെ നേരിൽ കണ്ട് കളിസ്ഥലം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയായിരുന്നു. 50 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെട്ടിങ്ങപ്പാടം കാരളം കടവ് ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള ഗ്രൗണ്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ. ഇത് സംബന്ധിച്ച് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസറോട് നമ്മൾ സംസാരിക്കുകയും ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ സമ്മതം മൂളുകയും കൂടാതെ DFOയ്ക്ക് നിവേദനം നൽകുകയും നമുക്ക്
തിരികെ ഈ ഗ്രൗണ്ട് വിദ്യാർത്ഥികൾ കളിക്കാനായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ ഗ്രൗണ്ട് കുട്ടികൾക്കായി തിരിച്ചു തന്നതിന് വനവകുപ്പിന് നന്ദി പറയുകയാണ്. പ്രദേശവാസികളായ യുവാക്കളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ വനംവകുപ്പ് അധികൃതർ ഈ മൈതാനിയിൽ തൈകൾ നടേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കുട്ടികൾ ലഹരിയിലേക്ക് വഴി തെറ്റരുതെന്നും അവർ കളിച്ചു വളരട്ടെ എന്നുമുള്ള ലക്ഷ്യത്തോടെ നാടിൻ്റെ കായിക ഭാവിയെപ്പറ്റി ചിന്തിക്കുകയും അനുകൂല തീരുമാനം സ്വീകരിക്കുകയും ചെയ്ത വനംവകുപ്പിൻ്റെ നടപടി പ്രശംസനീയമാണ്. ഒരു നാടിന് വിദ്യാലയം എന്ന പോലെ പ്രധാനമാണ് കളിസ്ഥലങ്ങളും. വരന്തരപ്പള്ളി പഞ്ചായത്ത് വെട്ടിങ്ങപ്പാടം പ്രദേശത്ത് അരനൂറ്റാണ്ടോളമായി ഇവിടുത്തെ കുട്ടികളും യുവാക്കളുമൊക്കെ കളിച്ച് വളർന്നിരുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇത് വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ വനംവകുപ്പ് ഇടപെട്ട് ഈ പ്രദേശത്ത് തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരുന്നു. ഏതായാലും പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ചൂണ്ടിക്കാട്ടിയത് പ്രകാരം കുട്ടികൾക്കുള്ള ഈ കളിസ്ഥലം നിലനിർത്തണമെന്ന ആവശ്യം പരിഗണിച്ച് വനംവകുപ്പ് ഇപ്പോൾ ഈ സ്ഥലം കളിസ്ഥലമായി തന്നെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് നമുക്ക് അറിയിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ കുട്ടികൾ കായിക ലഹരിയിൽ കളിച്ചു വളരട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കൊറിയർ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ വഴി ലഹരിമരുന്ന് വിൽപ്പന നടത്തിവന്ന കേസിൽ പ്രധാന പ്രതി അറസ്റ്റിൽ. 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി നേരത്തെ പിടിയിലായ സംഘത്തിന് കഞ്ചാവ് അയച്ചുകൊടുത്ത ഇടുക്കി തൊടുപുഴ ഒളമറ്റം ചെറ്റാരിക്കൽ വീട്ടിൽ അലൻ മാത്യുവിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 24-ന് കൊമ്പടിഞ്ഞാമാക്കൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോ 50 ഗ്രാം കഞ്ചാവുമായി ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ ഷൈൻ ഷിജു എന്നിവരെ ആളൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയിരുന്നു. ഈ കേസിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് അലൻ മാത്യുവാണെന്ന് പോലീസ് കണ്ടെത്തിയത്. പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ വെർച്വൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇയാൾ സംഘവുമായി ബന്ധപ്പെട്ടിരുന്നത്. മാസങ്ങളായി അന്യ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി നാട്ടിലെത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് തൊടുപുഴ പോലീസിന്റെ സഹായത്തോടെയാണ് ആളൂർ പോലീസ് ഇയാളെ വലയിലാക്കിയത്. പിടിയിലായ അലൻ മാത്യുവിനെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 5 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ആളൂർ പോലീസ് സ്റ്റേഷൻ GASI മിനിമോൾ, CPOമാരായ ലിജോ ആന്റണി, അരുൺ, ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും കഴിഞ്ഞ 15 വർഷമായി തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോണിന് നിവേദനം നൽകി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി. പ്രസിഡന്റ് സുധൻ കാരയിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് തെക്കേത്തല, CMP ജില്ലാ സെക്രട്ടറി ജയ്സിംഗ് കൃഷ്ണൻ, ജയലാൽ എന്നിവർ ചേർന്നാണ് മന്ത്രിയെ നേരിൽ കണ്ട നിവേദനം സമർപ്പിച്ചത്. യാത്രക്കാർക്കും ജീവനക്കാർക്കും സുരക്ഷിതവും അടിസ്ഥാന സൗകര്യങ്ങളുള്ളതുമായ ബസ് സ്റ്റാൻഡ് ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ദീർഘദൂര ബസ്സുകൾ പുതുക്കാട് സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത് പതിവാണെന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന സ്റ്റാൻഡിന്റെ മുന്നിലത്തെ സ്റ്റോപ്പിൽ നിന്ന് യാത്രികരെ കയറ്റണമെന്ന നിർദ്ദേശം സൂപ്പർ ഡീലക്സ് അടക്കമുള്ള ബസ്സുകൾ പാലിക്കുന്നില്ലെന്നും നിവേദനത്തിൽ പറഞ്ഞു. പുതുക്കാട് നിന്ന് റിസർവ് ചെയ്ത യാത്രികരെ അടക്കം സുരക്ഷിതമല്ലാതെ ഹൈവേയിൽ നിന്നാണ് കയറ്റുന്നതെന്നും ചൂണ്ടിക്കാട്ടി. AC സൂപ്പർ ക്ലാസ് ബസ്സുകൾക്ക് ഫെയർ സ്റ്റേജും ബോർഡിംഗ് പോയിന്റും അനുവദിക്കണമെന്നും പുതുക്കാട് മാത്രം ഫെയർ സ്റ്റേജോ ബോർഡിംഗ് പോയിന്റോ നിലവിലില്ലെന്നും നിവേദനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. തൃശൂർ അടക്കമുള്ള ഡിപ്പോകളിൽ പുതുക്കാട് സ്ഥലനാമം മൈക്കുകളിൽ വിളിച്ചു പറയുകയോ പുതുക്കാട് ഡിപ്പോയിലെ ബസ്സുകളിൽ പോലും പുതുക്കാട് സ്ഥലനാമം ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളിൽ പോലും എഴുതാറില്ലെന്ന് ഇവർ പറഞ്ഞു. പുതുക്കാട് സ്റ്റാൻഡിൽ ഒരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 15 വർഷമായിട്ടില്ല. സ്റ്റാൻഡിൽ ഇരിപ്പിട സൗകര്യങ്ങളോ ടീ സ്റ്റാൾ സൗകര്യങ്ങളോ ഇല്ല. KSRTC ഹൈവേയുടെ തീരത്ത് 4 ഏക്കർ സ്ഥലമുണ്ടായിട്ട് കൂടിയും ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. കോവിഡ് സമയത്ത് നിർത്തലാക്കിയ ഇരിങ്ങാലക്കുട ഡിപ്പോയിലെ വെള്ളാനിക്കോട് ഓർഡിനറി സർവീസും പുതുക്കാട് തൃപ്രയാർ സർവീസുകളും ഇനിയും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നീ കാര്യങ്ങളും നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന അവഗണന അവസാനിപ്പിച്ച് KSRTC ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് CPM നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. MR സഹദേവൻ അധ്യക്ഷനായി. KS സുരേഷ്, KA അനിൽകുമാർ, EM സതീശൻ എന്നിവർ പ്രസംഗിച്ചു. AITUC കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പുതുക്കാട് മണ്ഡലം സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
AITUC മണ്ഡലം പ്രസിഡന്റ് PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. NK സുബ്രൻ പതാക ഉയർത്തി. PK കണ്ണൻ, AITUC മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, രജനി കരുണാകരൻ, TS സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായ PK ശേഖരൻ പ്രസിഡന്റ്, ഭാസ്കരൻ കടവിൽ, MP ആനന്ദ് വൈസ് പ്രസിഡന്റ്, CU പ്രിയൻ സെക്രട്ടറി, PR കണ്ണൻ, രാജി രാജൻ ജോയിന്റ് സെക്രട്ടറിമാരായും രജനി കരുണാകരനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഈസ്റ്റ് പോലീസും അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടറുടെ സ്ക്വാഡും ചേർന്ന് പാലക്കാട് നിന്നാണ് പിടികൂടിയത്. തൃക്കൂർ സ്വദേശി പാറമേൽ വീട്ടിൽ PS സുജിത്താണ് അറസ്റ്റിലായത്. സ്വകാര്യ ബസ് ജീവനക്കാരനാണ് പ്രതിയായ സുജിത്. യുവതിയുമായി പരിചയത്തിലായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി പല ദിവസങ്ങളിലായി ലൈംഗികമായി പീഡിപ്പിച്ചു. ഇത് സംബന്ധിച്ച് ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സുജിത്തിനെതിരെ നെടുപുഴ, പുതുക്കാട്, ഈസ്റ്റ് സ്റ്റേഷനുകളിലായി 6ഓളം കേസുകളുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പാലക്കാട് നിന്നും അന്വേഷണ സംഘം പിടികൂടിയത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖിന്റെ നിർദ്ദേശാനുസരണം തൃശൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ M. ശശിധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിച്ചത്. ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ കിരൺ C. നായർ, സബ് ഇൻസ്പെക്ടർ ഗ്രീഷ്മ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ SV, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക്, അജ്മൽ, മനീഷ്, സൂരജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ലയൺസ് ക്ലബ് ഓഫ് അളഗപ്പ് നഗറിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ സെറമണി നടത്തി. ചീഫ് ഗസ്റ്റും ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ CA വിമൽ വേണു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. 2025-26 വർഷത്തെ പ്രസിഡന്റ് PB സുധീർ അധ്യക്ഷത വഹിച്ചു. നിയമിത പ്രസിഡന്റ് പോൾ പള്ളൻ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ബേബിച്ചൻ പൂക്കോടൻ, ജോയിന്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി അജി മന്നളി, റീജിയണൽ ചെയർപേഴ്സൺ ജോൺ പന്തലൂക്കാരൻ, നിയമിത സെക്രട്ടറി ആന്റണി പുന്നോളിപ്പറമ്പിൽ, നിയമിത ട്രഷറർ ജീത് പാരക്കൽ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് GVHSSൽ ലഹരി വിരുദ്ധ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എക്സൈസ് ഡിവിഷൻ വിമുക്തി റിസോഴ്സ് പേഴ്സണും സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥനുമായ PM ജദീർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക MP ബിന്ദു, PTA പ്രസിഡന്റ് CT ജോസഫ്, പഞ്ചായത്ത് അംഗം ജോഷി ജോയ്, സ്കൂൾ അസിസ്റ്റന്റ് പുഷ്പലത, ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനർ ഷീബ ഫ്രാൻസിസ്, സ്കൂൾ കൗൺസിലർ PT ടീന, ക്ലബ്ബ് പ്രസിഡന്റ് റോസറി ബോബി, കോർഡിനേറ്റർ ഷീബ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ ക്വിസ് മത്സരവും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സയിൽ കഴിയുന്ന അവിട്ടത്തൂർ സ്വദേശിയായ പുളിക്കൽ അനന്തുവിന്റെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി അനന്തു ചികിത്സാ സഹായ സമ്മാന കൂപ്പൺ പുറത്തിറക്കി. അനന്തു ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കൂപ്പൺ വിതരണോദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CC ബിജു നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ ശാലിനി ജോയ്, സാമൂഹിക പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ചികിത്സാ സഹായ കമ്മിറ്റി അംഗം വിജിത് വർഗീസ്, കമ്മിറ്റി ട്രഷറർ ബിന്ദു സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ദീപ്തി സന്തോഷ്, ബിറ്റു ബുബ്ലി, AR രതീഷ്, അക്ഷയ് രാജ്, ദേവിക അനന്തോ, ശ്രീന സന്തോഷ്, സജീഷ് ലാൽ കളരിക്കൽ, TN മനോജ് കുമാർ, കുമാരി ബാലൻ, ലിനോ മൈക്കിൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുളിക്കൽ സന്തോഷ് മകൻ 28 വയസ്സുള്ള PS അനന്തുവിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഏകദേശം 35 ലക്ഷത്തോളം രൂപയാണ് ഈ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വേണ്ടിവരുന്നത്. യുവാവിന് സഹായങ്ങൾ നൽകാൻ താൽപ്പര്യമുള്ളവർ കനറ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ അക്കൗണ്ട് നമ്പർ 110290949919 എന്നതിലേക്ക് അയക്കണം. IFSC കോഡ് CNRB 0014551. കൂടുതൽ വിവരങ്ങൾക്ക് 9746904048 അല്ലെങ്കിൽ 8943191587 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ട്രെയിനിൽ നിന്ന് വീണ് പരിക്കേറ്റ വയോധികന് ആളൂർ പോലീസിന്റെ സമയോചിതമായ ഇടപെടലിൽ ജീവനും ജീവിതവും തിരിച്ചുകിട്ടി. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാൽവരിക്കുന്ന് പള്ളിക്കടുത്തുള്ള റെയിൽവേ ലൈനിൽ ട്രെയിനിൽ നിന്ന് വീണ പൂക്കാട്ടുപടി മരോട്ടിക്കൽ വീട്ടിൽ 61 വയസ്സുള്ള ഇക്ബാലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇക്ബാൽ പുറത്തേക്ക് വീണത്.
സംഭവം അറിഞ്ഞ് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന GSI ജെയ്സൺ, CPOമാരായ രാകേഷ്, അനൂപ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം ഉടൻ സ്ഥലത്തെത്തുകയും റെയിൽവേ ലൈനിന് സമീപത്ത് നടത്തിയ തിരച്ചിലിൽ ഇയാളെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയുമായിരുന്നു. ഇക്ബാലിനെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ആദ്യം ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ആമ്പല്ലൂർ പോളിടെക്നിക് കോളേജിനു സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് കാട്ടുപൂച്ചയെ പിടികൂടി. പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി കോഴികളുൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ കാണാതാകുന്നത് പതിവായതോടെ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ആളൊഴിഞ്ഞ വീട്ടിനുള്ളിൽ കാട്ടുപൂച്ചയെ കണ്ടെത്തിയത്. കാട്ടുപൂച്ചയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഭീതിയിലായ പ്രദേശവാസികൾ പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചു. തുടർന്ന് അനിമൽ റെസ്ക്യൂവർമാരായ ദിനേശ് ആമ്പല്ലൂർ, ലിജോ മോൻ, അജിത് എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപൂച്ചയെ പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. 2 ദിവസം മുൻപ് കെണി സ്ഥാപിച്ചെങ്കിലും കാട്ടുപൂച്ച അതിൽ കുടുങ്ങിയിരുന്നില്ല. പിന്നീട് പ്രദേശവാസികൾക്ക് ഭീഷണിയാകാൻ സാധ്യത കണക്കിലെടുത്ത് വല വിരിച്ച് നടത്തിയ ശ്രമത്തിലാണ് കാട്ടുപൂച്ചയെ സുരക്ഷിതമായി പിടികൂടിയത്. പിടികൂടിയ കാട്ടുപൂച്ചയെ പാലപ്പള്ളി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. കൊളത്തൂർ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി എരിഞ്ഞനവള്ളി രോഹിത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ഹരി നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത, രാമചന്ദ്രൻ മോഹനൻ പുളിശ്ശേരി, അനിൽകുമാർ മണ്ടയ്ക്കൽ, അനിൽ ചിഞ്ചേരി, പ്രവീൺ നമ്പിട്ടിയത്ത്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായി. മഹാഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്രത്തിൽ പ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടായിരുന്നു. കർക്കടകം 1-ാം തീയതി മുതൽ ആരംഭിച്ച സപ്താഹയജ്ഞം രാമായണ പാരായണവും സമാപിച്ചു. യജ്ഞത്തിന് ആചാര്യ ശാന്ത കിഴക്കൂട്ട്, ഇന്ദിരാദേവി പിച്ചിരിക്കൽ, ലീലാ തങ്കപ്പൻ, കമലാ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ഭാരതീയ വിദ്യാനികേതൻ സംഘടിപ്പിച്ച ഐതിഹാസികം 2026 കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഓവറോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങി. ഇനി കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ വിവിധ റെഗുലർ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഒഴിവുകളിലേക്ക് ജൂലൈ 28-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും പുതിയതായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടാതെ ബ്രാഞ്ച് മാറ്റവും സ്ഥാപന മാറ്റവും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2751 346 6282 421915 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആമ്പല്ലൂർ അടിപ്പാത, പുതുക്കാട് മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റിൽ യോഗം. വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KK രാമചന്ദ്രൻ MLA. ഓണച്ചന്ത ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ. ദേശീയപാത ആമ്പല്ലൂരിൽ മേൽപ്പാലത്തിനു സമീപം 7 കാറുകൾ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് കളിസ്ഥലം നിലനിർത്താൻ വനം വകുപ്പിന്റെ അനുമതി. കൊറിയർ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ വഴി ലഹരിമരുന്ന് വിൽപ്പന. പ്രധാന പ്രതി അറസ്റ്റിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.